ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതെങ്ങനെ അവസാനിക്കുമെന്ന്. ഞാൻ വിചാരിച്ചതുപോലെ സർപ്രൈസൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ എൻ്റെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും എനിക്ക് സർപ്രൈസ് ചെയ്യാൻ പറ്റി. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി, ഞാനും ഭയങ്കര ഹാപ്പിയായി. ഐ ഹവ് ബിക്കം എ സക്സസ്ഫുൾ പേഴ്സൺ. വീട്ടിലെ എല്ലാവരും ഒരുമിച്ച് വരുന്ന സമയങ്ങൾ ഭയങ്കര കുറവായിരിക്കും. ഓരോരുത്തർക്കും ഓരോ സമയത്തായിരിക്കും അവധി. എനിക്കാണെങ്കിൽ 4th ഇയർ ആയതുകൊണ്ട് അവധിയുമില്ല. അങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് എല്ലാവരും ഒരുമിച്ച് വന്നതും എൻ്റെ അവധിയും എനിക്ക് കറക്റ്റ് സമയത്ത് എടുക്കാൻ പറ്റിയതും. ഇൻറ്റേൺഷിപ്പ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ അവധിയില്ലെങ്കിലും നമുക്കൊരു 7 days ഓഫ് CL ഉണ്ട്. അതെടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു ദിവസം വീട്ടിൽ വിളിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇന്ന് ഞാൻ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ഒരു കുറച്ച് ദിവസങ്ങളിൽ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും, എനിക്ക് എല്ലാവരുടെയും കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ലെറ്ററൊക്കെ ആയിട്ട് കോളേജിൽ ചെന്നപ്പോൾ അവിടെ കിടക്കുന്നതാ വമ്പൻ ട്വിസ്റ്റ്. എൻ്റെ കൂടെ എൻ്റെ HOD യാത്ര ചെയ്യുന്നുണ്ട്. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കൈയും കാലൊക്കെ ചെറുതായി ഒന്ന് വിറച്ചു. പക്ഷേ എയർപോർട്ടിലെത്തിയപ്പോൾ കഥയൊക്കെ അപ്പാടെ മാറി. മാം ഭയങ്കര ചില്ലായിരുന്നു. ഞാനിവിടുന്ന് തിരക്കിട്ട് ഓടിയത് കൊണ്ട് ലഞ്ചൊന്നും കഴിച്ചില്ല. മാം ചോദിച്ചപ്പോൾ ഞാൻ കഴിച്ചെന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും മാമിൻ്റെ പിള്ളേർക്ക് എന്തൊക്കെ ഫുഡ് കൊടുത്തോ അതൊക്കെ എനിക്കും കിട്ടി. ആയിപ്പൂരിൽ നിന്ന് കേരളത്തിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നുമില്ല. നമുക്ക് എവിടെയെങ്കിലൊക്കെ ലേ ഓവർ ഉണ്ടാവും. നോർമലി ഞാൻ ബാംഗ്ലൂർ, ഹൈദരാബാദൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ചെന്നൈ ആട്ടോ എടുത്തത്. കാരണം അവിടെ 1 മണിക്കൂറേ ലേ ഓവറുള്ളൂ. ഇവിടുന്ന് എൻ്റെ ഫ്ലൈറ്റ് ലേറ്റ് ആയപ്പം എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു കാര്യങ്ങൾ. അവിടെ ഞാൻ പിന്നെയും ഈ സെക്യൂരിറ്റി ചെക്കിനൊക്കെ ചെയ്യണമല്ലോ, അപ്പോൾ സമയമൊക്കെ തികയുമെന്ന്. അങ്ങനെ ഫ്ലൈറ്റൊക്കെ ബോർഡ് ചെയ്തു. നമ്മൾ ടേക്ക് ഓഫിൻ്റെ സമയമായി. ടേക്ക് ഓഫൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു ബുക്കൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങി. ഒന്നെങ്കിൽ ഞാൻ ഉറങ്ങും, അല്ലെങ്കിൽ ബുക്ക് വായിക്കും. ഈ ഒരു 2 പരിപാടിയാണ് മെയിൻലി ഞാൻ ചെയ്യാറ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുഞ്ഞു കൂട്ടുകാരനെ കൂടെ കിട്ടിയിട്ടോ. ഞങ്ങൾ തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ച് അങ്ങ് കൂട്ടായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തമിഴ് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലെങ്കിലും അവൻ്റെ അടുത്ത് ഞാനൊന്ന് ഒപ്പിച്ച് നിന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചെന്നൈ എയർപോർട്ട് എത്തി. ഇനി ഞാൻ സത്യം പറഞ്ഞ ഒരു ഓട്ടോ ആയിരുന്നു. കാരണം ഇനി ട്രാൻസ്ഫർ കണ്ടുപിടിച്ച് അതിൻ്റെ സെക്യൂരിറ്റി ചെക്കിന് പോകണം. പുതിയൊരു എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കതവിടെ കാണണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ സമയക്കുറവുള്ളത് കൊണ്ട് എനിക്ക് ആദ്യം സെക്യൂരിറ്റി ചെക്കിൻ ചെയ്ത് കഴിഞ്ഞ് ഗേറ്റിലൊന്ന് എത്തിയാൽ മതി എന്നുണ്ടായിരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഗിഫ്റ്റും കൂടെ മേടിക്കണമായിരുന്നു കേട്ടോ. ഈ ഗിഫ്റ്റ് മേടിക്കുന്നതിന് മുന്നേ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളത് കൊണ്ട് തപ്പി നടന്നു കഴിഞ്ഞപ്പോഴാണ് മേക്ക് യുവർ ഓൺ പെർഫ്യൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് കണ്ടത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത് കാണുന്നത്. അങ്ങനെ ഇവർ പറഞ്ഞു ഇവർക്ക് കുറേ അധികം ഷോറൂംസ് ഓൾ ഓവർ ഇന്ത്യ ഒക്കെ ഉണ്ടെന്ന്. ഇവർ കുറേ അധികം സ്മെല്ലൊക്കെ എനിക്കിങ്ങനെ ടെസ്റ്റിന് തന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മണത്ത് അടുത്ത മണക്കുമ്പോഴത്തേക്ക് എനിക്കെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ സമയം ഞാൻ പറഞ്ഞ പോലെ സമയക്കുറവുള്ളത് കൊണ്ടും എനിക്കും എങ്ങനെയെങ്കിലും ഒരു പെട്ടെന്നൊരു ഗിഫ്റ്റ് മേടിക്കണം, പക്ഷേ ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെടണം, അങ്ങനത്തെ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലായിപ്പോയി ഞാൻ. അവസാനം ഞാനൊരു സ്മെല്ല് സെലക്ട് ചെയ്തു. എനിക്ക് അവർ പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു കേട്ടോ. നല്ല കസ്റ്റമൈസേഷൻ ആയിരുന്നു. ഈ ഗിഫ്റ്റ് മേടിച്ചപ്പോഴും എനിക്ക് ഭയങ്കര അധികം ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ കൊടുക്കുന്ന ആൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന്. പക്ഷെ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഗിഫ്റ്റൊക്കെ മേടിച്ച് കഴിഞ്ഞു. ഇനി എനിക്ക് ചെന്നൈ ടു കോഴിക്കോടാണ് കേട്ടോ എൻ്റെ അടുത്ത ഫ്ലൈറ്റ്. എൻ്റെ സർപ്രൈസ് പ്ലാൻ പ്രകാരം എൻ്റെ ചേട്ടൻ എന്നെ എയർപോർട്ടിൽ കൂട്ടാൻ വരുമ്പോൾ എൻ്റെ അനിയത്തിയും കൂടെ ഉണ്ടാവും. അപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്, ചേട്ടൻ്റെ ഫ്രണ്ടിനെ കൂട്ടാൻ വരുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. കാരണം ഇന്ന് രാവിലെ ഞാൻ എല്ലാവരെയും ഒന്ന് വീഡിയോ കോൾ വിളിച്ചായിരുന്നു. അപ്പോൾ റായ്പൂരിലിരിക്കുന്ന ഞാൻ എങ്ങനെ വൈകുന്നേരം കേരളത്തിലെത്തുന്ന ഒരു ചോദ്യം അവർക്കുണ്ടാവുമല്ലോ. ഏതോ ഒരു സിനിമയിൽ ആരോ പറഞ്ഞ പോലെ ഒരാളുടെ ലൈഫിലേക്ക് ഇടിച്ചേറി അവരെ സന്തോഷിപ്പിക്കുന്നതെന്ന് എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. കേരളത്തിൻ്റെ ഹരിതാപയും പച്ചപ്പൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും വിൻഡോ സീറ്റിൽ കൂടെ കാണുന്ന കാഴ്ചയൊക്കെ കണ്ട് ഇരുട്ട് വരെ കണ്ട് ആസ്വദിച്ച് വന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ ഫൈനലി കോഴിക്കോട് എത്താറായി. പ്ലാൻ പ്രകാരം ഇപ്പോൾ എല്ലാം സ്മൂത്തായി പോകുന്നതായിട്ടാണ് എനിക്ക് അറിവ് കിട്ടിയത്. അങ്ങനെ അവസാനം കോഴിക്കോട് എത്തി. എൻ്റെ ലഗേജ് കിട്ടാൻ കുറച്ചധികം താമസിച്ചു കേട്ടോ. അങ്ങനെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഈ ഒരു സമയമായപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അധികം സന്തോഷവും സങ്കടം എന്തൊക്കെയോ വരുന്നുണ്ട്. കാരണം വീടും എയർപോർട്ടും തമ്മിൽ അധികം ഡിസ്റ്റൻസ് ഇല്ല. ഇവരിപ്പോൾ വരും, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റും, എല്ലാവരെയും കാണാൻ പറ്റും, അവരൊക്കെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ മലയാളത്തിൽ ചെയ്യണം എന്ന് എനിക്കൊരു വല്ലാത്തൊരു ആഗ്രഹം തോന്നിയത് കൊണ്ടാണ് മലയാളത്തിൽ ചെയ്യുന്നത്. ഇത് ഞാൻ ഇംഗ്ലീഷിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയ ഒരു വീഡിയോ കേട്ടോ. അങ്ങനെ എത്തിപ്പോയി ആദ്യത്തെ ആൾ. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഒരു സർപ്രൈസ് കൊടുക്കുന്നതിന് ശേഷം വീട്ടിലെത്തി. പപ്പ എന്നെ കണ്ടത് ഞെട്ടി കേട്ടോ. ചേട്ടൻ്റെ ഫ്രണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങി വന്നത്. പക്ഷെ കണ്ടത് തന്നെ അമ്മയൊന്ന് ഞെട്ടിത്തെറിച്ച് നല്ലൊരു ചവിട്ടും കിട്ടി. അങ്ങനെ ചേച്ചിക്ക് സർപ്രൈസ് കൊടുത്തു.
വീട്ടിലെത്തി എല്ലാവരും കണ്ടതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഇനി ഒന്ന് കുളിച്ച് പോയി കിടക്കണം എന്നാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ മടുത്ത ഇടപാട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് കേരള വിശേഷങ്ങളൊക്കെ ഇനിയും വരാനുണ്ട്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ബൈ.